പറഞ്ഞു തൊലയ്ക്ക്. എന്താ കാര്യം? റിപ്ലൈ കിട്ടി. ആണോ? കള്ളൻ, തെണ്ടി, ചെറ്റ, ഇഡിയൻ, റാസ്കൽ. എന്താണോ ഇത്? ഇത് കംപ്ലീറ്റ് ആ പെണ്ണ് വിളിച്ച തെറികളാ. സാറിന്റെ മുഖത്തോക്കി പറയാനുള്ള മടി കൊണ്ട് എഴുതിക്കൊണ്ട് വന്നത്. നീ വല്ല വൃത്തിയോടും പറഞ്ഞു? ഞാനെന്ത് വൃത്തിയോട് പറയാൻ? പക്ഷേ സാറ് പണ്ടൊരു വൃത്തികേട് കാണിച്ചിട്ടുണ്ട് എന്നാ കുട്ടി എന്നോട് പറഞ്ഞു. അതപ്പോ? എന്റെ സാറേ, ഇതിങ്ങനെയൊക്കെ മുഖമെങ്കിലും ഒന്ന് ഓർത്തു വെച്ചൂടെ? ഇത് സാറ് പണ്ടൊരിക്കൽ ചെയിൻ കൊടുത്ത കേസാ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്താ അവളുടെ പേര്? ഷീല. ഷീല? ഓ, സാൻഡ്രോ ഷീല. അവൾക്കൊരു സാൻഡ്രോ കാറില്ലേ? കറക്റ്റ്. സാറിനെ പോലൊരു ചതിയനെ ലോകത്ത് കണ്ടിട്ടേയില്ലെന്നും പറഞ്ഞു. പിന്നെ ഈ ജന്മാന്തരങ്ങളുടെ ബന്ധത്തെ കുറിച്ച് സാറ് വല്ലതും പറഞ്ഞു? അതിപ്പോ എല്ലാ ആളുമാരോടും പറയുന്നല്ലേ. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ എന്തിനാ വില കളയുന്നത്? കല്യാണം കഴിഞ്ഞാൽ വില പോകുന്നു നിന്നോടാരാ പറഞ്ഞു? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ സാറ് വെറുതെ ഈ നിലയിൽ വില കളയണോന്ന് ചോദിക്കായിരുന്നു. എടാ കിച്ചു, ഒരു പരസ്യ കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നത് ചില്ലറ കാര്യമല്ല. സുന്ദരികളായ മോഡൽസ് ആണ് ഒരു പരസ്യ കമ്പനിയെ നിലനിർത്തുന്നത്. അതുങ്ങൾക്ക് ശമ്പളം മാത്രം കൊടുത്താ പോരാ. ഇതുപോലുള്ള ചില റൊമാൻറ്റിക് പൊടിക്കൈകൾ ഇറക്കിയില്ലെങ്കിൽ ഇവളുമാര് വഴുതി പോയി കളയും. ചാക്കിട്ട് പിടിക്കാൻ ഇവിടെ കമ്പനികൾ മത്സരമാണ്. ഒരുത്തിയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. പിന്നെ ചക്കരക്കുടത്തി കൈയിട്ട നക്കണമെന്ന് പുരാണത്തിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കണം. കാറിന്റെ ചാവി, ക്രെഡിറ്റ് കാർഡ്, ചെയിൻ മാത്രം വേസ്റ്റ് ആയി. ഒരിക്കലും വേസ്റ്റ് ആവില്ല. ചെയിനാണിപ്പോ അത്യാവശ്യം. പിന്നെ ഈ വണ്ടിക്കടിച്ച പെട്രോൾ, വഴിച്ചെലവ്, പിന്നെ അതെന്താ താൻ ചോദിക്കാത്തെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. കണക്കും ബാലൻസ് ഞാൻ പിന്നെ ഇയാൾ ഓഫീസിലോട്ട് മിസ് മായ